ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സിമ്പിൾ ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നെപ്പോലെ വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. വെണ്ടയ്ക്ക വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കി വാങ്ങിക്കണേ. ഇളത്ത് വെണ്ടയ്ക്ക പെട്ടെന്ന് കട്ടാവും. വെണ്ടയ്ക്ക നന്നായി വാഷ് ചെയ്ത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെക്കാം. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടുമ്പോഴേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ചുവന്ന മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ അതിലേക്ക് ഒരു നുള്ളി ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും നന്നായിട്ട് ഫ്രൈ ആവണേ. ഒരു ഗോൾഡൻ കളർ ബ്രൗൺ ആയ ശേഷം മാത്രമേ മുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് മുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കാം. ഇതിലേക്ക് ഒരു സീക്രട്ട് റെസിപ്പിയാണ് ഇത്. ഒരു നുള്ള് പെരിഞ്ചീരകം പൊടിച്ചത്. ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് പാകത്തിനാണ് നോക്കി ഫുൾ ഫ്ലെയിമിൽ വെണ്ടയ്ക്ക നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കുഞ്ഞ് ടീസ്പൂൺ ഫുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വെണ്ടയ്ക്ക നന്നായി ഫ്രൈ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അതിലോട്ട് ഒരു കുഞ്ഞ് നാരങ്ങ കട്ട് ചെയ്ത് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരു തവണ കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റി വെണ്ടയ്ക്ക തോരൻ റെഡി. ഇതുപോലെ ഒന്ന് ട്രൈ ആക്കിയാൽ എല്ലാവർക്കും വെണ്ടയ്ക്ക ഇഷ്ടമാവും.